ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചിട്ടിരുന്നത്. ഭയങ്കര എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് അല്ലെ. അപ്പൊ അതിൻ്റെ കുറെ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഇന്റഗ്രേഷൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ടൈപ്പിന് ഒരു പേരുണ്ട്, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ, ടൈപ്പ് 9. എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്നൊക്കെ നമുക്ക് ആ ടൈപ്പ് പറഞ്ഞിട്ട് പഠിക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഈ പറയാൻ പോകുന്ന രീതിയിൽ എങ്ങനെ ചെയ്യും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷന്റെ 3 ഫോമുകൾ അറിഞ്ഞിരിക്കണം. ഈ 3 ഫോമിൽ ഏതെങ്കിലും ഒരു രീതിയിലാണ് ചോദ്യം വരുന്നതെങ്കിൽ ഇനി പറയാൻ പോകുന്ന മെത്തേഡിൽ ചെയ്യണം. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷന് മെയിൻ ആയിട്ട് 3 ഫോമിൽ ചോദ്യങ്ങൾ വരും. ആ 3 ഫോമും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് സെറ്റാണ്, ഇതിന് വേറെ പരിപാടികളൊന്നുമില്ല. ഇത് ശ്രദ്ധിച്ചു. അപ്പൊ ആദ്യത്തെ ഫോം നമ്മൾ പഠിക്കുവാണ്. ഒന്നാമത്തെ ഫോം പാർഷ്യൽ ഫ്രാക്ഷന്റെ. ഇവിടെ ഒന്നുമില്ല, ഒരു ഇന്റഗ്രലിന്റെ അകത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. ഈ മൈനസ് അല്ല പ്ലസ് ഇട്ട് എന്ത് വേണമെങ്കിലും വന്നോട്ടെ. ഇതെങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? ഇത് കണ്ടപ്പോൾ ചിലപ്പോൾ സംശയം തോന്നിക്കാണും, ഈ പി എക്സും ക്യൂ ഒക്കെ എന്താണ്? എടാ ഒന്നുമില്ലതേ, ഇങ്ങനെ ഇന്റഗ്രലിന്റെ അകത്ത് മേളിൽ പറഞ്ഞിരിക്കുന്ന പി എക്സ് പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 4x + 3 ഒരു ലീനിയർ പോളിനോമിയൽ മേളിൽ വന്നാൽ, ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ പവർ 1 ആയിരിക്കണം, x² ആവരുത്, x³ ആവരുത്, അങ്ങനെ. അപ്പൊ ഒരു ലീനിയർ പോളിനോമിയൽ മേളിലും താഴെ വരുന്ന ഫോം നോക്കിയേ ഫാക്ടേഴ്സ് ആയിട്ട് വരണം. അതായത് ഇങ്ങനെ x-2 ഇൻറ്റു x-3 ഇങ്ങനെ. ഇപ്പൊ മനസ്സിലായല്ലോ? ഈ ഒരു ഫോമിലാണ് ചോദ്യമെങ്കിൽ, ഏത് ഫോമിലാണ്? മേളിലൊരു ലീനിയർ പോളിനോമിയലും എക്സിന്റെ പവർ 1ൽ കൂടരുത്, താഴെ ഫാക്ടറുകളായിട്ടാണ് ചോദ്യമെങ്കിൽ ഇതിന്റെ ആൻസർ അല്ല നമ്മൾ എഴുതുന്നത് ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ആ മാറ്റി എഴുതേണ്ട രീതിയാണ് ഇവിടെ പറയുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് ഫോമെങ്കിൽ അതിനെ നമ്മൾ മാറ്റി എഴുതുന്നത് a ബൈ ഈ താഴെ വന്നിട്ടുള്ള സാധനം എന്താണോ അത് x-a പ്ലസ് b ബൈ താഴെ വന്നിട്ടുള്ള സാധനം എന്താണോ അത്. ഇത്രേ ഉള്ളൂ, കേട്ടല്ലോ? അപ്പൊ ഇങ്ങനെ എഴുതണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? താഴെ ഫാക്ടറുകളായിട്ട് വരണം. അവിടെയും എക്സിന്റെ പവർ കൂടിയും കുറയൊന്നും ചെയ്യരുത്, എക്സ് തന്നെ. ഇനി എന്താണ്? മേളിലത്തത് ലീനിയർ പോളിനോമിയൽ ആയിരിക്കണം. എടാ ഇത് ഈ ഫോമിലല്ലേ കിടക്കുന്നത്? നോക്കിയേ, മേളിലെ ലീനിയർ പോളിനോമിയൽ, താഴെ 2 ഫാക്ടറുകൾ. അപ്പൊ ഇതിനെങ്ങനെ എഴുതണം? നേരത്തെ പറഞ്ഞ പോലെ a ബൈ താഴെ എന്താണോ പറഞ്ഞിട്ടുള്ളത് x-2 പ്ലസ് b ബൈ താഴെ എന്താണോ പറഞ്ഞേക്കുന്നത് x-3. ഇത്ര ഉള്ളടാ. അപ്പൊ ഇതിന്റെ ആൻസർ അല്ല, ഇങ്ങനെ മാറ്റി എഴുതിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കേട്ടല്ലോ? അപ്പൊ ഈ മോഡലിലാണ് ചോദ്യം വരുന്നതെങ്കിൽ ഇങ്ങനെ എഴുതണം. എക്സാമ്പിളിന് വേറൊരു ക്വസ്റ്റ്യൻ കൂടി പറയാം. 2x-5 ഡിവൈഡഡ് ബൈ x+1 ഇൻറ്റു x-5. ഇങ്ങനെ ഇത് നോക്കി, മേളിലൊരു ലീനിയർ പോളിനോമിയൽ, എക്സിന്റെ പവർ 1 ആണ്, താഴെ 2 ഫാക്ടറുകൾ, കുഴപ്പമില്ല. അപ്പൊ ഇതെങ്ങനെ എഴുതണമെന്നാ പറഞ്ഞത്? a ബൈ എന്താണ്? ഇതിനെങ്ങനെ എഴുതണം? താഴെ തന്നിട്ടുള്ള ഒരെണ്ണം ആദ്യം എഴുതണം, x+1 പ്ലസ് രണ്ടാമത് തന്നിട്ടുള്ളത് എന്താണോ അത് b എന്നും പറഞ്ഞു എഴുതണം, b ബൈ x-5. ഇത്രേ ഉള്ളൂ, എളുപ്പമല്ലടാ? അപ്പൊ ഈ മോഡല് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? മേളില് വരുന്നത് ലീനിയർ പോളിനോമിയല്, താഴെ വരുന്നത് എന്തായിരിക്കണം? ഫാക്ടറുകളായിരിക്കണം. അങ്ങനെ വന്നാൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. ഇനി രണ്ടാമത്തെ ഒരു ഫോം കൂടിയുണ്ട്, അത് പഠിക്കാം. ശ്രദ്ധിച്ചു. അപ്പൊ പാർഷ്യൽ ഫ്രാക്ഷന്റെ രണ്ടാമത്തെ ഒരു ഫോം, ഇതിന്റെ അകത്ത് നിന്ന് ചെറിയൊരു വ്യത്യാസമുള്ള ഫോം നോക്കൂ. ഇങ്ങനത്തെ രണ്ടാമത്തെ ശ്രദ്ധിച്ചോടാ, ഒന്നുമില്ല, ഇന്റഗ്രൽ മേളിൽ ഇതുപോലത്തെ ഒരു സാധനം തന്നെ, പി എക്സ് പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ പോളിനോമിയൽ. താഴെ വരുന്നതിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ഇങ്ങനെ വരും. എന്താ വ്യത്യാസം നോക്കിയടാ? പി എക്സ് പ്ലസ് ക്യൂ മേളിൽ അതുപോലെ തന്നെ, താഴെ വെറുതെ ഒരു നമ്പർ അല്ല, നേരത്തെ വന്നതുപോലെ ഒരെണ്ണല്ലേ വന്നിരിക്കുന്നത്. ഒരെണ്ണത്തിന്റെ എന്ത് വന്നിട്ടുണ്ട്? സ്ക്വയർ വന്നിട്ടുണ്ട് അല്ലെ? അതൊന്നും ഓർത്തോളണം. അങ്ങനെ നേരത്തെ വന്നതുപോലെ തന്നെ വന്നു, പക്ഷെ താഴെ ഒരെണ്ണത്തിന്റെ സ്ക്വയർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നേരത്തെ എഴുതിയ പോലെ a ബൈ ഇവിടെ വന്നിട്ടുള്ള സാധനം ഒരെണ്ണം സ്ക്വയർ ഇട്ടല്ലേ വന്നേക്കണം, ആ സ്ക്വയർ ഉള്ളത് ആദ്യം സ്ക്വയർ മാറ്റി എഴുതുക. x-a സ്ക്വയർ ആണ് വന്നത്, അതുകൊണ്ട് x-a എന്ന് എഴുതി. പ്ലസ് b ബൈ സ്ക്വയർ അല്ലേ വന്നേക്കണം, ഇനി സ്ക്വയർ ഇട്ട് എഴുതുക, x-a ഹോൾ സ്ക്വയർ. നോക്കി, സ്ക്വയർ വന്നത് കാരണം a ബൈ ആദ്യം സ്ക്വയർ ഇല്ലാതെ എഴുതി, പ്ലസ് b ബൈ സ്ക്വയർ ഇട്ട് എഴുതി. ഇനി അപ്പുറത്തൊരു സാധനം വെറുതെ കിടപ്പുണ്ട്, അതും എഴുതിക്കൊള്ളണം, c ബൈ x-b.
ഇത്രേ ഉള്ളൂ. അപ്പൊ അത് എഴുതേണ്ട മെത്തേഡ് മനസ്സിലായല്ല. അത് എങ്ങനെയാ വരുന്നത് നോക്കി, ഇന്റഗ്രൽ 4x-5/x-1 into x-2. ഇത് നോക്കിയടാ, മേളിൽ ഒരു ലീനിയർ പോളിനോമിയൽ, എക്സിന്റെ പവർ കൂടരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എക്സിന്റെ പവർ ഒന്നായിരിക്കണം. താഴെ രണ്ടെണ്ണം വന്നു, പക്ഷെ ഒരെണ്ണത്തിന്റെ എന്ത് വന്നു, സ്ക്വയർ വന്നു. അപ്പൊ എങ്ങനെ എഴുതണം എന്നാ പറഞ്ഞത്, a ബൈ താഴെ വന്നിട്ടുള്ളത് ആദ്യം അതുപോലെ തന്നെ x-1 പ്ലസ് b ബൈ സ്ക്വയർ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്ക്വയർ ഇട്ടൊന്ന് എഴുതണം, പ്ലസ് c ബൈ ഒറ്റയ്ക്ക് കിടക്കുന്നത് എന്താണ്, x-2. കേട്ടല്ലോ, സ്ക്വയർ വന്നിട്ടുള്ളത് ആദ്യം അതുപോലെ തന്നെ എഴുതി, പിന്നെ സ്ക്വയർ ഇട്ട് എഴുതി, പിന്നെ മാറ്റി എഴുതി. കേട്ടല്ലോ, ഇത് വേണമെങ്കിൽ ഒരെണ്ണം കൂടി ചെയ്യാം. 2x+2 ഡിവൈഡഡ് ബൈ x+1 ഇൻറ്റു x+2 ഹോൾ സ്ക്വയർ. അപ്പൊ എങ്ങനെ എഴുതും പറ, a ബൈ എന്താണ്, ആദ്യം ഒരെണ്ണം വന്നിട്ടുണ്ട്, അപ്പൊ x+1 എഴുതി. കേട്ടല്ലോ, പ്ലസ് b ബൈ രണ്ടാമത്തെ സ്ക്വയർ ഇട്ട് വന്നിട്ടുണ്ട്, അപ്പൊ അത് ആദ്യം വെറുതെ ഒറ്റയ്ക്ക് എഴുതുക, x+2. എന്നിട്ട് എന്താ എഴുതുക, പ്ലസ് c ബൈ അത് സ്ക്വയർ ഇട്ട് വന്ന കാരണം അത് സ്ക്വയർ ഇട്ട് കൂടി എഴുതുക, x+2 ഹോൾ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലടാ, ഭയങ്കര എളുപ്പമല്ലേ, ഇത്രേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ ടൈപ്പ് മനസ്സിലായല്ലോ. ആദ്യത്തത് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ വരും, പക്ഷെ താഴത്തൊരു സ്ക്വയർ ഇട്ട് വരും. അപ്പോൾ അതിനെ മാറ്റി ഇങ്ങനെ എഴുതാൻ പഠിക്കണം. ഒരു ടൈപ്പ് കൂടിയുണ്ട്, അതും കൂടി പഠിച്ചാലേ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷന്റെ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഇവിടെ മൂന്നാമത്തെ ടൈപ്പാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒന്നുമില്ല, ശ്രദ്ധിച്ചോ. മൂന്നാമത്തെ ടൈപ്പ് നേരത്തെ പറഞ്ഞ പോലെ മേളിൽ ഒരു സാധനം px+q എന്ന് വന്നെന്ന് വിചാരിച്ചു, താഴെ നേരത്തെ പറഞ്ഞ പോലെ x-a വന്നു. ഇനി അടുത്തത് ഇപ്പൊ ഇവിടെ വന്നതല്ലേ x-a, x-b, x+2, x+3 എന്നൊക്കെ പറഞ്ഞൊരു സാധനമല്ലേ. ഇനി അത് മാറി താഴെ ഒരു ക്വാഡ്രാറ്റിക് വന്നെന്ന് വിചാരിച്ചു. ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ക്വയർ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് bx² പ്ലസ് cx പ്ലസ് d, ഇങ്ങനെ ഒരു സാധനം വന്നെന്ന് വിചാരിച്ചു. അപ്പോ എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ എഴുതി കാണിച്ചിരുന്നു, ഇന്റഗ്രൽ 4x+5 ഡിവൈഡഡ് ബൈ x+1 ഇൻറ്റു x² പ്ലസ് 5x+7. ഇവിടെ വ്യത്യാസം മനസ്സിലായല്ലോ. ഇവിടെ വന്നിട്ടുള്ളത് എക്സുകൾ വെച്ച് മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ മൂന്നാമത്തെ ടൈപ്പിൽ ഒരു സ്ക്വയർ ഉള്ള സാധനം വന്നു കഴിഞ്ഞാൽ, താഴെ ഒരു സ്ക്വയർ ഉള്ളത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മാറ്റി എഴുതുമെന്നാണ് പറയാൻ പോകുന്നത്. ഒന്നുമില്ലടാ, ആദ്യം a ബൈ ഇവിടെ ഒരെണ്ണം ഒറ്റയ്ക്ക് കിടപ്പുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ മോഡൽ തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ a ബൈ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് എഴുതിക്കോളണം, a ബൈ x+1. ഇനി അടുത്തത് കിടക്കുന്നത് നോക്കിയേ, x² പ്ലസ് 5x+7. അത് നേരത്തെ വന്നിരിക്കുന്ന പോലെ ഒരേ സാധനമാണോ, അല്ലെങ്കിൽ ലീനിയർ പോളിനോമിയൽ ആണോ വന്നേക്കുന്നത്? അല്ല, സ്ക്വയർ ഉള്ള ഒരു സാധനമാണ് വന്നേക്കുന്നത്. സ്ക്വയർ ഉള്ളത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മാറ്റി എഴുതുന്ന ഒരു രീതിയുണ്ട്. താഴെ ഈ പറഞ്ഞ പോലെ തന്നെ ഏതാണ്, x² പ്ലസ് 5x+7. മേളില് ബി എന്ന് മാത്രം എഴുതിയാൽ പോരാ. ഇവിടെയൊക്കെ a ബൈ ബി ബൈ സി ബൈ എന്നല്ല എഴുതിയത്. ഇവിടെ a ബൈ ഇത് ഒരെണ്ണം ആയതുകൊണ്ട് അതുപോലെ തന്നെ എഴുതി. ഇതിന് എഴുതേണ്ടത് വെറുതെ ബി എന്ന് എഴുതിയാൽ പോരാ, bx പ്ലസ് സി എന്ന് എഴുതണം. എന്താണ്, bx പ്ലസ് സി എന്ന് എഴുതണം. ഒന്നുമില്ല, bx പ്ലസ് സി. അവിടെ മേളില് ഒരു ഒറ്റ കോൺസ്റ്റന്റ് എഴുതാൻ പറ്റൂല, അതുകൊണ്ടാണ് നമ്മൾ bx പ്ലസ് സി എന്ന് എഴുതുന്നത്. അപ്പൊ എങ്ങനെയാ എഴുതേണ്ടത്, a ബൈ താഴെ വന്നിട്ടുള്ളത് എന്താണോ അതുപോലെ തന്നെ നേരത്തെ വന്ന മോഡൽ തന്നെ, പ്ലസ് രണ്ടാമത്തത് എന്താണോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്, bx² പ്ലസ് cx പ്ലസ് d. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മേളിൽ എങ്ങനെ എഴുതണം, bx പ്ലസ് സി എന്ന് എഴുതണം. അപ്പോ ഒരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ കാണിച്ചു തരാൻ നോക്കി, ഇന്റഗ്രൽ 3x-3 ഡിവൈഡഡ് ബൈ x-5 ഇൻറ്റു 2x² പ്ലസ് 7x+8. ഇങ്ങനെ ചോദ്യം വന്ന് എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്. ശ്രദ്ധിച്ച്, a ബൈ ഇവിടെ പറഞ്ഞിട്ടുള്ള സാധനം എന്താണ്, x-5. ഒരു പ്രശ്നവും ഇല്ല. അടുത്തത് നോക്കിയാൽ ക്വാഡ്രാറ്റിക് ആണ്, പവർ 2 വന്നിട്ടുള്ള സാധനമാണ്. അതിന്റെ പേരെന്താണ്, 2x² പ്ലസ് 7x+8. അത് വെറുതെ ബി എന്നും പറഞ്ഞ് എഴുതിയാൽ പോരാ, bx പ്ലസ് സി എന്ന് എഴുതണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എളുപ്പമല്ലടാ. അപ്പൊ ഈ 3 രീതിയിലുമാണ് നമുക്ക് എന്ത് വരുള്ളൂ, ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതാണ് പാർഷ്യൽ ഫ്രാക്ഷന്റെ ചോദ്യങ്ങൾ വരുള്ളൂ. അപ്പോൾ ഈ 3 മോഡലും പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. എന്ത്, പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പേര് വരാൻ കാര്യം, നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടി, ആ ഫ്രാക്ഷനെ
നമ്മൾ കുറെ ചെറിയ ചെറിയ ഫ്രാക്ഷന്റെ സമ്മായിട്ട് എഴുതി, ഓരോ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആക്കി എഴുതി. അതുകൊണ്ടാണ് ഇതിന് പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ. അതായത് നമുക്കൊരു ഫ്രാക്ഷൻ തരും, അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ആ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന 3 മെത്തേഡുകളാണ്, 3 ടൈപ്പുകളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, നിങ്ങൾ താഴെ വരുന്ന സാധനം മാത്രം ശ്രദ്ധിച്ചാൽ മതിയില്ല. താഴെ വെറുതെ 2 വന്നു കഴിഞ്ഞാൽ, ഈ മോഡലിൽ വെറുതെ 2 വന്നു കഴിഞ്ഞാൽ ആദ്യം a ബൈ പ്ലസ് b ബൈ എന്ന് എഴുതുക. ഇനി താഴെ വന്നിരിക്കുന്നത് 1 സ്ക്വയർ ഇട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം അത് അതുപോലെ തന്നെ വെറുതെ എഴുതുക, പിന്നെ സ്ക്വയർ ഉള്ളത് എഴുതുക, പിന്നെ അടുത്തത് വെറുതെ കിടക്കുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. താഴെ സ്ക്വയർ ഉള്ള ഒരു സാധനം വന്നു കഴിഞ്ഞാൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ടത് bx പ്ലസ് c എന്നാണ്. ഇനി ഈ മോഡലിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എല്ലാം ഒരേ രീതിയിലാണ്. ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മാറ്റി എഴുതിയിട്ട് ചെയ്യേണ്ടത് എല്ലാം ഒറ്റ രീതിയിലാണ്. ഇതേ ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിട്ട്. അപ്പൊ ചോദ്യം ചെയ്യാം. ഇതിന്റെ അകത്ത് ചോദ്യങ്ങൾ ചെയ്യേണ്ടത് എല്ലാം ഒരേ രീതിയിലാണ്, അതുകൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ തന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്ത് അങ്ങോട്ട് പോവാം. ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഇതിന്റെ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് പാർഷ്യൽ ഫ്രാക്ഷന്റെ ഫോമിലാണ് ഈ സാധനം കിടക്കുന്നത് നോക്കണം. നമ്മൾ ഇത് ഏത് ഫോമിലാണ് കിടക്കണം? ഇത് ആദ്യം പഠിച്ച ഫോമിലാണ്. ആദ്യം പഠിച്ച ഫോം എന്താണ്? px പ്ലസ് ക്യൂ ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. താഴെ ഓരോന്നെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നാ പറഞ്ഞത്? എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി. ഇങ്ങനെ എഴുതണം എന്നല്ലേ പറഞ്ഞത്? ഓരോന്നെ എ ഇട്ട് എഴുതുക. അങ്ങനെ തന്നെയല്ലേ വന്നേക്കണം. സ്ക്വയർ ഒന്നും വന്നിട്ടില്ല, ഒരു പ്രശ്നവും ഇല്ല. ഓരോന്ന് എടുത്തെഴുതണം. എങ്ങനെ എടുത്തെഴുതേണ്ടത്? നമ്മൾ ഈ ഇന്റഗ്രലൊക്കെ മാറ്റുവാണ്. ഇന്റഗ്രൽ ഒന്നും വേണ്ട നമുക്ക്. അപ്പോ ഈ ഇന്റഗ്രൽ മാറ്റിയിട്ട് നമ്മൾ എന്താ എഴുതിയത്? 3x മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2നെ നമ്മൾ എങ്ങനെ എഴുതും? എ ബൈ എന്താണോ താഴെ വന്നിട്ടുള്ളത് എക്സ് മൈനസ് 1 അത് എഴുതി, പ്ലസ് ബി ബൈ എന്താണോ താഴെ വന്നിട്ടുള്ളത് എക്സ് മൈനസ് 2. ഇത്ര എഴുതാനേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി ചെയ്യേണ്ട മെത്തേഡാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത്, നമ്മുടെ ക്വസ്റ്റിന്റെ അകത്ത് ഡിനോമിനേറ്ററിൽ വന്നിട്ടുള്ള സാധനം ഏതാന്ന് നോക്കണം. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 അല്ലേ? ഈ എക്സ് മൈനസ് 1ഉം എക്സ് മൈനസ് 2ഉം കൊണ്ട്, ഡിനോമിനേറ്ററിൽ വന്നിട്ടുള്ള സാധനം കൊണ്ട് ഈ എല്ലാ ടേമുകളെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഏത് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നോക്കിയേ? മൾട്ടിപ്ലൈ ബൈ ഈ സാധനം വെച്ച്. എന്താണ്? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കി നോക്കി തന്നെ പറയാം. നോക്കിയേ, ഈ 3x മൈനസ് 1 എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2ന് ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, ബാക്കി 3x മൈനസ് 1 തന്നെ തരും. കേട്ടല്ലോ? ആദ്യത്തേതുകൊണ്ട് നമുക്ക് ചെയ്ത് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ മുതൽ നിങ്ങൾ ഇങ്ങനെ എഴുതാനും നിൽക്കണ്ട, കട്ട് ചെയ്ത് ആലോചിച്ച് അങ്ങോട്ട് എഴുതിയാൽ മതി. ഇത് നോക്കി, ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ? ഇതുകൊണ്ട്. അപ്പൊ നോക്ക്, 3x മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇവിടെ ഉണ്ട്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഏത് വെച്ചാണ്? ഈ താഴെ കിടക്കുന്ന സാധനം കൊണ്ട് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. ഇതാണ് പറഞ്ഞ് ഇതും അങ്ങോട്ട് മൊത്തം ക്യാൻസൽ ആയി പോകുന്നത്. ഈക്വൽ ടു അവിടെയുള്ളത് ഏതാണ്? എ ബൈ എക്സ് മൈനസ് 1 ഉണ്ട്. അതിന് ഏത് വെച്ച, ഇതിന് നമ്മൾ ഏത് വെച്ചാൽ ഇൻറ്റു ചെയ്യാൻ പോണത്? ഇത് വെച്ച്. അപ്പൊ ഈ എക്സ് മൈനസ് 1ഉം എക്സ് മൈനസും ക്യാൻസൽ ആയി പോകും, ബാക്കി എക്സ് മൈനസ് 2 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നോക്കിയോ, ഇൻറ്റു ഇത് വെച്ചാണ് ഇൻറ്റു ചെയ്യേണ്ടത്. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. ഞാൻ പറഞ്ഞ പോലെ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, എക്സ് മൈനസ് 2 മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പ്ലസ് ഇത് ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ ഏത് ക്യാൻസൽ ആയി പോകും ആലോചിച്ച് നോക്കിയേ? എക്സ് മൈനസ് 2 ക്യാൻസൽ ആയി പോകും, ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എക്സ് മൈനസ് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതേ നോക്കൂ, ബി ബൈ അവിടെ എന്താ ഉള്ളത്? എക്സ് മൈനസ് 2 ഉണ്ട്, എഴുതി. എന്ത് വെച്ചാ ഇൻറ്റു ചെയ്യേണ്ടത്? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 വെച്ച് ഇൻറ്റു ചെയ്തു. ഒരു പ്രശ്നമില്ല. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്തോളാം. ഇത് രണ്ടും ക്യാൻസൽ ചെയ്തല്ലാണ്. അപ്പൊ ബാക്കി അവിടെ എന്തുണ്ട്? 3x മൈനസ് 1 ഉണ്ട്, ഈക്വൽ ടു ഇവിടെ ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? എക്സ് മൈനസ് 1ഉം എക്സ് മൈനസ് 1ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി അവിടെ ഏതാ ഉള്ളത്? എ ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് ഇവിടെ ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? എക്സ് മൈനസ് 2ഉം എക്സ് മൈനസ് 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ബി ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് കിട്ടും. ഇങ്ങനെ എളുപ്പത്തിൽ ഒരു ഇക്വേഷൻ കിട്ടി. അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ താഴെയുള്ള സാധനം വെച്ച് എല്ലാത്തിനും ഇൻറ്റു ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഇൻറ്റു ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ എഴുതാന്നാ പറഞ്ഞത്. നോക്കിയേ, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 വെച്ച് ഇൻറ്റു ചെയ്യണം. ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, അപ്പൊ ഇത് മാത്രം. ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ ഈ എക്സ് മൈനസ് 1ഉം മേളിലുള്ള എക്സ് മൈനസ് 1ഉം ക്യാൻസൽ ആയി പോയി, അപ്പൊ ബാക്കി എക്സ് മൈനസ് 2 മാത്രം. ഇതിനെ ഇത് വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ ഈ എക്സ് മൈനസ് 2ഉം ഈ എക്സ് മൈനസ് 2ഉം ക്യാൻസൽ ആയി പോയി, അപ്പൊ ബിയും എക്സ് മൈനസ് 1ഉം മാത്രം.
അങ്ങനെ ആലോചിച്ച് എഴുതണമെന്നാ പറഞ്ഞ അടുത്ത ചോദ്യം പോലെ. അത്രേ ഉള്ളൂ. അപ്പൊ നോക്ക്, ഇനി ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നിന്ന് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം, ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എടാ അതിനു വേണ്ടി വലിയ കാര്യമൊന്നുമില്ല, സീറോ ആക്കി നമ്മൾ ചെയ്യും. അതായത് നമ്മൾ ഈ ബ്രാക്കറ്റ് നോക്കും, ഈ ബ്രാക്കറ്റ് ആദ്യത്തെ എയുടെ കൂടെ കിടക്കുന്ന നമ്പറിന്റെ ബ്രാക്കറ്റ് നോക്കും. എയുടെ കൂടെ കിടക്കുന്ന ഏതാണ്? x-2. ഈ ബ്രാക്കറ്റിനെ സീറോ ആക്കാൻ എക്സിന് പകരം എത്ര ഇട്ട് കൊടുക്കണം? 3 ഇട്ട് കൊടുത്താൽ സീറോ ആവുക. എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുമ്പോൾ 3 - 2 1 ആവുള്ളൂ. 5 ഇട്ട് കൊടുത്താൽ സീറോ ആവുക. 5 - 2 3 ആവുള്ളൂ. സീറോ ആണെങ്കിൽ എത്ര ഇട്ട് കൊടുക്കണം? എക്സിന് പകരം 2 ഇട്ട് കൊടുത്താൽ പോരെടാ, ആ 2 അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ അത് സീറോ ആയി പോകും. സീറോ ആയി പോയി കഴിഞ്ഞാൽ ആ ടേം അങ്ങോട്ട് പോകും. അപ്പൊ നമുക്ക് ഒരു വാല്യൂ കിട്ടും. ഇത് നോക്ക്, ഇവിടെ ഇട്ട് കൊടുത്താൽ സീറോ ആയി പോകും. അപ്പൊ നോക്ക്, നമ്മൾ 2 ഇട്ട് കൊടുക്കുവാണ് എല്ലായിടത്തും, എല്ലാ എക്സിനും 2 ഇട്ട് കൊടുക്കുവാണ്. 3 × 2 - 1 ഈക്വൽ ടു a × 2 - 2 പ്ലസ് b × എത്ര വന്നു? 2 - 1. ഇത്രയും വന്നല്ലോ. അപ്പൊ നോക്ക്, 3 × 2 എത്രയാണ്? 6 - 1 ഈക്വൽ ടു a × ഇവിടെ എത്രയായി? 0 പ്ലസ് b × 2 ൽ 1 കുറച്ചാൽ എത്രയാണ്? 1. 6 ൽ 1 കുറച്ചാൽ എത്രയാണ്? 5 ഈക്വൽ ടു എയും 0യും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടി? 0 പ്ലസ് b × 1 എത്രയാണ്? b. അപ്പൊ 5 ഈക്വൽ ടു എത്ര കിട്ടി? b എന്ന് കിട്ടി. അതായത് നമുക്ക് ബിയുടെ വാല്യൂ എത്ര കിട്ടി? 5 കിട്ടി. ഇങ്ങനെ ഒരു സാധനം സീറോ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ലെറ്റർ കിട്ടും. ബി കിട്ടി നമുക്ക്. ഇനി ഇതേ അടുത്ത ബ്രാക്കറ്റിലേക്ക് പോകണം. നമ്മൾ പറഞ്ഞ സീറോ ആക്കണമെന്നാണ് പറഞ്ഞത്. എക്സിന് പകരം എന്തിട്ട് കൊടുത്താൽ ഇത് സീറോ ആയി പോകും? എക്സിന് പകരം 1 ഇട്ട് കൊടുത്താൽ സീറോ ആവൂലേ? എക്സിന് പകരം 1 ഇട്ട് കൊടുത്താൽ സീറോ ആവൂലേ? നോക്കിക്കടാ, 1 - 1 സീറോ. ബാക്കിയൊന്നും നിങ്ങൾ നോക്കണ്ട, അടുത്ത ബ്രാക്കറ്റ് നോക്കിയാൽ മതി. ഇനി ഈ ഇക്വേഷൻ മൊത്തം എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുക. നോക്കിയേ, 3 × എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ 1 - 1 ഇട്ടു ഈക്വൽ ടു a × 1 - 2 അല്ലെ? എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുക പ്ലസ് b × 1 - 1. അപ്പൊ 3 × 1 എത്രയാണ്? 3 - 1 ഈക്വൽ ടു a × 1 ൽ 2 കുറച്ചാൽ എത്രയാണ്? -1 ഈക്വൽ ടു b × ഈക്വൽ ടു അല്ല പ്ലസ് b × 1 - 1 എത്രയാണ്? 0. 3 ൽ 1 കുറച്ചാൽ എത്രയാണ്? 2 ഈക്വൽ ടു എയും -1 കൂടി ഇൻറ്റു ചെയ്താൽ എത്ര വരും? -a പ്ലസ് ബിയും 0 കൂടി ഇൻറ്റു ചെയ്താൽ 0. അപ്പൊ ഇവിടെ എത്ര കിട്ടി? -a ഈക്വൽ ടു 2 എന്ന് കിട്ടിയില്ലേ? -aയും 0 കൂടി കൂട്ടുമ്പോൾ -a 2 അതുപോലെ തന്നെ. അപ്പൊ എയുടെ വാല്യൂ എത്രയാടാ? ഈ മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ -2. എടാ ഇപ്പൊ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിയില്ലേ? ഇങ്ങനെ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടാനാണ് നമ്മൾ ഈ താഴെയുള്ളത് വെച്ച് ഇൻറ്റു ചെയ്ത് സീറോ ആക്കിയത്. ആണോ? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് വരണം. ക്വസ്റ്റ്യൻ ഇതല്ലായിരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ ക്വസ്റ്റ്യൻ മാത്രം എടുത്ത് എഴുതുവാണ്. 3x - 1 x - 1 × x - 2 ഈക്വൽ ടു, അതിനെ നമ്മൾ എങ്ങനെയാ മാറ്റി എഴുതിയത്? a/x - 1 പ്ലസ് b/x - 2 എന്നല്ലേ മാറ്റി എഴുതിയത്. അപ്പൊ നമ്മൾ ഇതിന് പകരം ആ വാല്യൂ കൊടുക്കുവാണ്. എന്താണ്? a/x - 1 പ്ലസ് b/x - 2 ഇങ്ങനെ കൊടുക്കുവാണ്. ഇനി എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് കിട്ടിയില്ലടാ? കിട്ടി. അത് രണ്ടും കൊണ്ടുപോയി അവിടെ ഇട്ട് കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും? പറ. ഇന്റഗ്രൽ എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? -2 അല്ലേ കിട്ടിയത്? കിടക്കുന്നു -2/x - 1 പ്ലസ് ബിയുടെ വാല്യൂ എത്ര കിട്ടിയത്? 5. അപ്പൊ 5/x - 2 ഇന്റഗ്രൽ ആയതുകൊണ്ട് dx കൊടുത്തു. ഇവിടെ ശ്രദ്ധിച്ചോ? അപ്പൊ എയുടെയും ബിയുടെയും വാല്യൂ ഇട്ട് കൊടുത്തു. ഇനി ഇതിന്റെ ആൻസർ ചെയ്താൽ മതി. ഇവിടെ ഇതിന്റെ ആൻസർ ഒറ്റയടിക്ക് കിട്ടുന്നത് നോക്കൂ. നമ്മൾ ഇന്റഗ്രല് പ്ലസ് ഇട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഓരോന്നിന്റെയും സെപ്പറേറ്റ് ഇന്റഗ്രൽ എടുക്കാം നമുക്ക്. അതായത് ഇന്റഗ്രൽ -2/x - 1 പ്ലസ് ഇന്റഗ്രൽ 5/x - 2 dx. ഇതിന്റെ രണ്ടിന്റെയും കണ്ടുപിടിച്ചാൽ മതി. എടാ ഇതിന്റെ ആൻസർ എന്താണ്? ഇന്റഗ്രൽ -2/x - 1. ഇതിന് വേണമെങ്കിൽ കോൺസ്റ്റന്റ് പുറത്തെടുത്ത് എങ്ങനെ എഴുതാം? -2 എടുത്ത് പുറത്തെടുത്തു. അപ്പൊ എന്ത് വന്നു? 1/x - 1 dx എന്ന് വന്നില്ലേ? പ്ലസ് ഈ 5നെ ഞാൻ പുറത്തെടുത്തു. 5 1/x - 2 dx ഇങ്ങനെ വന്നില്ലടാ? ഇതിന്റെ രണ്ടിന്റെ ആൻസർ എന്ത് വരും? നമ്മൾ പഠിച്ച രണ്ടാമത്തെ ടൈപ്പിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് മേളിൽ കിടക്കുന്നതെങ്കിൽ, ശ്രദ്ധിച്ചേ,
താഴെയുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് മേളിൽ കിടക്കുന്നതെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരുന്നടാ? ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ. അങ്ങനെ അല്ലായിരുന്ന? താഴത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് മേളിലെങ്കിൽ ആൻസർ എന്തായിരുന്നു? ലോഗ് മോഡ് താഴെയുള്ള ഫംഗ്ഷൻ. അപ്പൊ ഇവിടുത്തെ ആൻസർ എങ്ങനെ എഴുതും നോക്കിയേ. താഴത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണോ മേളിലെന്ന് നോക്കിയാൽ മതി. എക്സ് മൈനസ് വൺ അല്ലേ വന്നേക്കുന്ന? എക്സ് മൈനസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സിന്റെ ഡെറിവേറ്റീവ് 1, മൈനസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ ഒന്നല്ലേടാ മേളിൽ കിടക്കുന്ന. അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെ എഴുതും? -2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതുപോലെ തന്നെ എഴുതി. പിന്നെ ഉള്ളത് എന്താണ്? ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ എക്സ് മൈനസ് വൺ പ്ലസ് 5 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതുപോലെ തന്നെ എഴുതി. ഇവിടെ നോക്കിയേ, താഴത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണോ മേളിലെന്ന് നോക്കുക. എക്സ് മൈനസ് ടുവിന്റെ ഡെറിവേറ്റീവ് വേണം. എക്സിന്റെ ഡെറിവേറ്റീവ് 1, -2ന്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് വേണ്ട, അതും 1. ഡെറിവേറ്റീവ് അല്ലേ മേളില്. അപ്പൊ ആൻസർ എന്ത് വന്നു? ലോഗ് മോഡ് എക്സ് മൈനസ് ടു. ഡെറിവേറ്റീവ് ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞ കാരണം പ്ലസ് സി ഇട്ടോളണം. ഇവിടെ വരാൻ പോകുന്ന ചോദ്യങ്ങളുടെ മിക്കതിന്റെയും ഫോം ഇതുപോലെയായിരിക്കും. അപ്പൊ ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ ആയിരിക്കും ആൻസർ വരുന്നത്. എടാ അപ്പൊ ഡൗട്ട് ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിയുമ്പോൾ ഡൗട്ടൊക്കെ മാറും. പക്ഷെ ഈ മെത്തേഡ് ഒന്ന് ഓർമ്മ വേണം. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇതിനെ മാറ്റി എഴുതണം. മാറ്റി എഴുതി കഴിഞ്ഞ് എന്ത് ചെയ്യണം? താഴെ എന്താണോ വന്നിട്ടുള്ളത് അത് വെച്ച് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അത് കഴിയാൻ നേരത്ത് നമുക്കിത് ഇതുപോലൊരു ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ പറഞ്ഞേക്കുന്ന വാല്യൂസ് എടുത്തിട്ട് കൊടുക്കുക. 0 ആക്കാനുള്ള വാല്യൂസ്. ഇവിടെ 2 ഇട്ട് കൊടുത്താൽ 0 ആകുന്നതുകൊണ്ട് ഇത് എഴുതി. ഇവിടെ 1 ഇട്ട് കൊടുത്താൽ 0 ആകുന്നതുകൊണ്ട് ഇത് എഴുതി. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എയുടെയും ബിയുടെയും ഇനി വേറെ വല്ലതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ വാല്യൂസ് കിട്ടും. അത് കൊണ്ടുപോയി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള സാധനമാവും. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കണം. ദേ ശ്രദ്ധിച്ചു. എടാ അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചല്ലോ. അത് എക്സ് ബൈ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1. നോക്കി ഏത് ഫോമാണ്? നമ്മളിപ്പോ പറഞ്ഞ ഫോം തന്നെയാണ്. ഏതാണ്? പി എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ഫോം അല്ലേ? താഴെ ഒരേ സാധനമാണെങ്കിൽ എന്താണ്? എ ബൈ എക്സ് പ്ലസ് എ എഴുതുക പ്ലസ് ബി ബൈ എക്സ് പ്ലസ് ബി എഴുതുക. എക്സ് പ്ലസ് എയോ മൈനസ് എയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഓരോന്ന് പെറുക്കിയെടുത്ത് എഴുതണം. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എഴുതി. എക്സ് ബൈ എക്സ് പ്ലസ് 3 ഇൻറ്റു എന്താണ്? എക്സ് മൈനസ് 1. ഇതിനെ മാറ്റി എഴുതണം. എങ്ങനെ മാറ്റി എഴുതാം? എ ബൈ എന്താണോ ആദ്യം വന്നിട്ടുള്ളത് എക്സ് പ്ലസ് 3 അത് എഴുതി, പ്ലസ് ബി ബൈ എന്താണോ രണ്ടാമത് വന്നിട്ടുള്ളത് അത് എഴുതി. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? താഴെ വന്നിട്ടുള്ള സാധനം എന്താണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എല്ലാത്തിനെയും. താഴെ വന്നിട്ടുള്ള സാധനം എന്താണ്? എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1. എടാ ഇനി ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം ഈ ടേമിനെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഇൻറ്റു ഇവിടെ വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ എക്സ് പ്ലസ് 3യും എക്സ് പ്ലസ് 3യും ക്യാൻസൽ ആയി പോവും. എക്സ് മൈനസ് 1ഉം എക്സ് മൈനസ് 1ഉം ക്യാൻസൽ ആയി പോവും. ബാക്കി അപ്പൊ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. കേട്ടല്ലോ. ഇനി ഈ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യും. അപ്പൊ ഈ എക്സ് പ്ലസ് 3യും ഈ ഒരു എക്സ് പ്ലസ് 3യും ക്യാൻസൽ ആയി പോകും. ബാക്കി അവിടെ ഒരു എ ഉണ്ട്, പിന്നെ കട്ട് ചെയ്ത് പോവാത്ത ഒരു എക്സ് മൈനസ് 1 ഉണ്ടാവും. പ്ലസ് ഇതുകൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്യണം. ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ താഴെ ഒരു എക്സ് മൈനസ് 1 ഉള്ള കാരണം ഈ എക്സ് മൈനസ് 1ഉം ഈ എക്സ് മൈനസ് 1ഉം ക്യാൻസൽ ആയി പോകും. ബാക്കി അവിടെ ഉള്ളത് എന്താണ്? ബി ഇൻറ്റു ഈ എക്സ് പ്ലസ് 3യും ഉണ്ടാവും. ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? കോഎഫിഷ്യന്റ് 0 ആക്കണം, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ 0 ആകുന്ന രീതിയിൽ വാല്യൂ കൊടുക്കണം. ഇത് മൊത്തം 0 ആകുന്ന രീതിയിൽ വാല്യൂ കൊടുക്കണം. നോക്കിയേ, ആദ്യം നമുക്ക് ഇത് 0 ആക്കാം അല്ലെ? ഇത് 0 ആക്കണമെങ്കിൽ എക്സിന് വരെ എത്ര ഇട്ട് കൊടുക്കണം? 1 ഇട്ട് കൊടുത്താൽ പോരാടാ. എക്സിന് വരെ 1 ഇട്ട് കൊടുത്താൽ അത് 0 ആവൂലേ? നോക്കിയേ, 1 മൈനസ് 1 0. അപ്പൊ നോക്ക്, എക്സിന് വരെ 1 കൊടുക്കണം. 1 ഈക്വൽ ടു എ ഇൻറ്റു ഇവിടെ എത്രയാണ്? 1 മൈനസ് 1 കൊടുത്തു, പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 3. എക്സിന് വരെ 1 കൊടുത്തു, ബാക്കി 3 എവിടെ ഉണ്ട്. അപ്പൊ 1 ഈക്വൽ ടു എ ഇൻറ്റു 1ൽ നിന്ന് കുറച്ച് എത്രയാണ്? 0, പ്ലസ് ബി ഇൻറ്റു 1ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 4. അപ്പൊ 1 ഈക്വൽ ടു എയും 0ഉം കൂടി കൂട്ടുമ്പോൾ 0, പ്ലസ് ബിയും 4ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണ്? 4b. അപ്പൊ നമുക്ക് എത്ര കിട്ടിയടാ? 4b ഈക്വൽ ടു 1 കിട്ടിയില്ലേ? അപ്പൊ ബിയുടെ വാല്യൂ എത്രയാണ്? ഈ 4 അപ്പുറത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? 1/4 എന്ന് വരും. കിട്ടി. അപ്പൊ ഒരെണ്ണം കിട്ടി. അടുത്ത കിട്ടാൻ എന്ത് ചെയ്യണം? എക്സിന് പകരം എത്ര ഇട്ട് കൊടുക്കണം? എത്ര ഇട്ട് കൊടുത്താൽ 0 ആവും? -3 ഇട്ട് കൊടുത്താൽ ഇത് 0 ആയിപ്പോ അല്ലെ? കേട്ടല്ലോ. അപ്പൊ നോക്കൂ എത്ര കിട്ടുമെന്ന് ശ്രദ്ധിച്ചേ. എക്സിന് പകരം -3 ഇട്ട് കൊടുക്കണം. എക്സ് ഈക്വൽ ടു
-3 ഈക്വൽ ടു എ ഇൻറ്റു എക്സിന് പകരം -3 -1 വന്നു പ്ലസ് ബി ഇൻറ്റു എക്സിന് പകരം -3 +3. അപ്പൊ -3 ഈക്വൽ ടു എ ഇൻറ്റു -3 -1 ചെയ്യുമ്പോൾ എത്രയാണ് ഇൻറ്റു -4 എ ഇൻറ്റു -4 എന്ന് വന്നു പ്ലസ് ബി ഇൻറ്റു -3 +3 ആൻസർ എത്രയാണ് 0. അപ്പൊ -3 ഈക്വൽ ടു എയും -4 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ -4a പ്ലസ് ബിയും 0യും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 0. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടിയടാ -4a ഈക്വൽ ടു -3 കിട്ടി. എ കണ്ടുപിടിക്കാൻ ഈ -4 അപ്പുറത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ -3/-4 ഈ മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ആൻസർ എത്ര കിട്ടി 3/4 എന്ന് കിട്ടി. ഇനി ഒന്നും ചെയ്യണ്ട, പരിപാടി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇനി ആ ക്വസ്റ്റ്യൻ ഒന്ന് റീറൈറ്റ് ചെയ്താൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇന്റഗ്രൽ എക്സ് ബൈ എന്താണ് x+3 ഇൻറ്റു x-1 x+3 ഇൻറ്റു x-1 dx. ഇതിന് x+3 ഇൻറ്റു x-dx മാറ്റി എഴുതുന്ന രീതിയാണ് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന് പകരം ഇത് കൊടുക്കാല്ല. എങ്ങനെ വരും? അപ്പോ ഇന്റഗ്രൽ എ ബൈ താഴത്തുള്ള x+3 അതുപോലെ തന്നെ പ്ലസ് ബി ബൈ x-1 അതുപോലെ തന്നെ. അപ്പൊ ഇതിന് പകരം ഇത് തന്നെ ഇട്ടു dx. എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ അതിട്ട് കൊടുക്കുമ്പോ എത്ര വന്നു? ഇന്റഗ്രൽ എ എത്രയാണ്? എ എന്ന് പറയുന്നത് 3/4. അതിട്ട് കൊടുക്കുക. ബൈ എത്ര വന്നു? x+3 dx. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ് ഇപ്പൊ തന്നെ. പ്ലസ് ഇന്റഗ്രൽ ബി ബൈ ബിയുടെ വാല്യൂ എത്രയാണ്? അത് കിടക്കുന്നു 1/4 ബൈ എത്രയാണ്? x-1 dx. ഇത് ഓരോന്ന് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ താഴത്തിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും മേളിൽ വന്നിട്ടുള്ളത്. താഴെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും മേളിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതൊന്ന് നീറ്റ് ആയിട്ട് എഴുതിയാൽ ഈ 3/4 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ എടുത്ത് പുറത്തു വെച്ചു. ഇന്റഗ്രൽ 1/x+3 dx പ്ലസ് 1/4 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എടുത്ത് പുറത്തു വെച്ചു. ബാക്കി മേളിൽ എന്തുണ്ട്? 1 x-1 dx ഈക്വൽ ടു 3/4. നോക്കിയേ, x+3യുടെ ഡെറിവേറ്റീവ് എന്ത് വരും? എക്സിന്റെ ഡെറിവേറ്റീവ് 1, 3യുടെ ഡെറിവേറ്റീവ് 0. അപ്പൊ x+3യുടെ ഡെറിവേറ്റീവ് എടുത്താൽ 1, അത് മേളിലുണ്ട്. അപ്പൊ ആൻസർ എന്ത് കൊടുക്കും? ലോഗ് മോഡ് താഴെ എന്താണോ വന്നത് അത് പ്ലസ് 1/4 അതുപോലെ തന്നെ എഴുതി. താഴത്തതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മേളിൽ വരും. അപ്പൊ എന്ത് കിട്ടി? ലോഗ് മോഡ് x-1 പ്ലസ് സി അവസാനം ഇട്ടോളാം. ഏത് ചോദ്യം വന്നാലും ഈ മോഡലിൽ ആദ്യം മാറ്റി എഴുതുക, 0 കൊടുക്കുക, എയുടെയും ബിയുടെയും വാല്യൂ എടുക്കുക, അതിട്ട് കൊടുക്കുക. ലോഗ് മോഡാണെങ്കിൽ അങ്ങനെ ആൻസർ എഴുതിക്കുക. എളുപ്പമല്ലേ? പാർഷ്യൽ ഫ്രാക്ഷൻ മിക്കപ്പോഴും ചോദ്യം വരുന്ന ഒരു സെഷനാണ്. കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്, പക്ഷെ ഒന്ന് പഠിക്കണം കേട്ടല്ലോ. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമാണ്. അപ്പൊ ഇനി അടുത്ത ടൈപ്പ് ആയിട്ട്